കുറിച്ച് പറയുമ്പോഴും ഇത് ഞങ്ങളെ പറ്റിയാണ് എന്ന തോന്നലുണ്ടാകുന്നത് നല്ലതാണ്. അതും തോന്നിയിട്ടില്ലെങ്കിൽ അവന് ഈമാനില്ല എന്നാണ് റസൂലുള്ള പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെയും നിങ്ങളെയും എല്ലാം ഉൾപ്പെടെ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം മുന്നിൽ കണ്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. ദീർഘമായി ഒരു സംസാരം ഇവിടെ ഇല്ല, ബ്രീഫായി ചുരുക്കി. എന്നാൽ ഈ പന്തലിന്റെ കവാടം കടന്ന് പുറത്തു പോകുമ്പോ ഇന്നലെ വരെ ഈ പന്തലിരിക്കുന്ന ഇന്ന് വരെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളിലും സുവ്യക്തമായ തെളിവുകൾ ലഭിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോവുക ഇൻഷാ അല്ലാഹ്. പല തെറ്റായ ധാരണകളെയും ഈ പന്തലിന്റെ ചുവട്ടിലെ മണ്ണോട് മണ്ണ് ചേർത്തുകൊണ്ടാണ് അള്ളാഹുവിനെ പേടിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇവിടെ നിന്ന് കടന്നു പോകാൻ സാധിക്കുക. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം. ഓരോരുത്തർക്ക് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആത്മാർത്ഥമായി തന്നെ മറ്റുള്ളവരെ അവൻ വിമർശിച്ചേക്കാം. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിഷയാവതരണം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ആ വിളി നാഥന്റെതാണ്. സർവാധിനാഥനായ റബ്ബിന്റെ വിളിയാണ്, അള്ളാഹുവിന്റെ വിളിയാണ്. മനുഷ്യരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണം, പടച്ച തമ്പുരാനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി. നാളെ എന്ന് പറയുന്നത് നാളെ തിങ്കളാഴ്ചക്ക് വേണ്ടി എന്നല്ല, മരണം, ആ മരണത്തിന് ശേഷമുള്ള ജീവിതം. മരണം ജീവിതത്തിന് വിരാമമായി വരികയും മോഹങ്ങളെ, ആഗ്രഹങ്ങളെ, അഭിലാഷങ്ങളെ എല്ലാം ഈ ഭൂമുഖത്ത് വിട്ടേച്ച് ഖബറിലേക്ക് യാത്ര പോകുമ്പോ ഭാര്യ കൂട്ടിനില്ലാതെ ഭർത്താവ്, ഭർത്താവ് കൂട്ടിനില്ലാതെ ഭാര്യ, മാതാപിതാക്കളില്ലാതെ മക്കൾ, വിവാഹം കഴിച്ച് രണ്ടിന്റെ അന്നാണ് മുജാഹിദ് പ്രവർത്തകനായ ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചത്. എന്റെ പ്രിയപ്പെട്ട അയൽവാസിയും കൂട്ടുകാരനും കല്യാണം കഴിഞ്ഞ് മധുവിധു ആഘോഷിക്കാനാവാതെ രാത്രി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി മഞ്ഞപ്പീത്തം മൂത്ത് 2 ദിവസങ്ങൾ കൊണ്ട് മരിച്ച കഥ എന്റെ ഓർമ്മകളിൽ അവശേഷിക്കുന്നുണ്ട്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മാതാവിന് കാവൽ നിൽക്കുന്ന മകൻ അറ്റാക്കായി മരിച്ച കഥയും നാം അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് വന്ന ഒരു ഫോൺ കോളിൽ ഗൾഫിൽ കഴിയുന്ന ഒരു സഹോദരൻ നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി എല്ലാ വിഭവങ്ങളും ഒരുക്കുന്നതിനിടയിൽ കട്ടിലിൽ കിടക്കുകയാണ്. ആളുകൾ വന്ന് നോക്കുമ്പോ കൈ കട്ടിലിന് താഴേക്ക് താന്ന് ബോധമില്ലാത്തവനെ പോലെ കിടക്കുകയാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. ഖുർആനിലെ 39-ാം അധ്യായം 42-ാമത്തെ വചനമാണ്. ആത്മാവിനെ അല്ലാഹു വീണ്ടെടുത്തു. മരിച്ചു കിടക്കുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. നാളെ ഞാൻ നിങ്ങളും ഇതുപോലെ മരിച്ചു പോകേണ്ടവരാണ്. എന്തുണ്ട് എന്റെയും നിങ്ങളുടെയും കൈകളിൽ? എന്തുണ്ട്? പാപക്കറകൾ പുരണ്ട ജീവിതമല്ലാതെ, തിന്മയിൽ അധിഷ്ഠിതമായ ജീവിതമല്ലാതെ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഊശ്വര ഹൃദയം പേറിയതിന്റെ അനുഭവങ്ങളല്ലാതെ, അറിയാതെ പോയ ഇന്നലകളുടെ ചരിത്രം മറന്ന് ഇന്നിന്റെ പുതിയ ഓളങ്ങളിലും താളങ്ങളിലും പെട്ട് നാളെ ഒരു പുതിയ ലോകം വരാനുണ്ട് എന്നറിയാതെ കിട്ടിയ ജീവിതം മാർത്തും മട്ടഹസിച്ചും മദ്യത്തിനടിമപ്പെട്ടും മദിരാശിക്കടിമപ്പെട്ടും നഷ്ടപ്പെട്ടു പോയ യൗവനമല്ലാതെ, കണ്ണൂർ സിറ്റിയുടെ പരിസര പ്രദേശങ്ങളിൽ ആവേശം മൂത്ത് ദുരമൂത്ത് അഭിമാനദാഹികളെന്ന് സ്വയം കൊട്ടിഘോഷിച്ച് മസിൽ പവറിന്റെ പിൻബലത്തിൽ ഇന്ന് ജയിലിന്റെ വരാന്തകളിൽ, ഊടുവഴികളിൽ നഷ്ടപ്പെട്ടു പോയ യൗവനമല്ലാതെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിച്ചു തീർത്ത ഒരു ജീവിതം എവിടെ എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ബൈലക്സ് മെസഞ്ചറിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ, ഫ്ളാറ്റുകളിൽ, ശീതീകരിച്ച AC റൂമുകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സെന്ററിന്റെ റൂമുകളിൽ മൊത്തത്തിലിരുന്ന് കാണുന്നവരോട് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു മഹായൗവനം, വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വത്തഖുല്ലാ. ഒരേ വചനത്തിൽ 2 സ്ഥലത്ത് അല്ലാഹു ആവർത്തിച്ചു പറഞ്ഞു വത്തഖുല്ലാ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം.
നിങ്ങൾക്ക് വായു നൽകിയ, വെള്ളം നൽകിയ, നിങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിച്ചു പോറ്റി വളർത്തിയ കരുണാമയനായ വലാദിയാതി ലബഹ ഫൽമൂരിയാതി ഖദഹ ഫൽമുഗീറാതി സുബഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. ഖുർആനിലെ 100-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. യജമാനൻ പുല്ലും വെള്ളം കൊടുത്തു എന്ന കാരണം കൊണ്ട് ആ യജമാനനെ ചുമന്ന് ഭൂമിയിലേക്ക്, യുദ്ധരണഭൂമിയിലേക്ക് ഓടുന്ന കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയുടെ വരാന്ത കണ്ടിട്ടില്ലാത്ത, LKG UKG പഠിച്ചിട്ടില്ലാത്ത, ആധുനിക ടെക്നോളജികളുടെ സംവിധാനത്തോടെ വൈജ്ഞാനിക മേഖലകളിൽ വിരാജിച്ചിട്ടില്ലാത്ത, അതുകൊണ്ട് തന്നെ ഹൃദയം വിജൃംഭിതമാകാത്ത കുതിരയെ ഉദാഹരിച്ചുകൊണ്ട് പടച്ചോൻ പറയാണ്, എടോ മനുഷ്യ, നിന്റെ കാര്യം ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്, നിന്റെ കാര്യം അതല്ല, നീ നന്ദി കെട്ടവനാ, നീ നന്ദി കെട്ടവനാ, നീ അതിന് സാക്ഷിയാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, നീ അതിന് സാക്ഷ്യം വഹിക്കുന്നവനാ, നിന്റെ ജീവിതം അതിന് സാക്ഷിയാണ്. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, സമ്പത്തിനോട് കഠിനമായ ഹുബ്, ഇഷ്ക്, മഹബ്ബത്ത്, അടങ്ങാത്ത സ്നേഹം, അഭിനിവേശം, ധ്വര, മനുഷ്യ ജീവിതത്തിന്റെ ആർത്തിമൂത്ത ജീവിതത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയ പുതിയ തലമുറയോട് നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന ചോദ്യം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, തീർച്ചയായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ. നിന്റെ മുറി, നിന്റെ സ്വകാര്യ റൂം, നീ തുറന്ന നിന്റെ ഇന്റർനെറ്റ് കണക്ഷൻ, നിന്റെ കണ്ണുകൾ വിരാജിക്കുന്ന മേഖലകൾ, നിന്റെ കണ്ണുകൾ വിഹരിക്കുന്ന ഏരിയകൾ, പെണ്ണിന്റെ നഗ്നഭാവങ്ങളിൽ നിന്റെ കണ്ണുകൾ മിന്നിമറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നു എന്ന ബോധം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ചിന്താശേഷി നാളെ പരലോകത്ത് വിചാരണക്ക് വിധേയമാക്കപ്പെടും. നിന്റെ പോലും സൗന്ദര്യം ഒളിപ്പിച്ചു വെച്ച സഹോദരിമാരോട്, പർദ്ദ പോലും സൗന്ദര്യത്തിന്റെ ഭാഗമായി അണിയുന്നവരോട്, ആധുനിക അപായ പർദ്ദ നിങ്ങളെ നരകത്തിൽ അപായപ്പെടുത്തുമെന്ന ബോധത്തോടെ സ്ക്രീനിന്റെ മുമ്പിൽ, സീരിയലുടെ മുമ്പിൽ കണ്ണും നട്ടാർത്തി കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കണ്ണുകളെ, പരിശുദ്ധ ആ അല്ലാഹു നൽകിയ നിങ്ങളുടെ കണ്ണുകളെ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, പടച്ചോൻ ചോദിക്കും, ആമിന